بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ആല ഇമ്രാൻ 25 ആയത്തുകൾ പഠിച്ച ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവസാനത്തെ നമ്മൾ പഠിച്ച ആയത്ത് കൈഫ ഇദാ ജമഅനാ ലിയൗമിൻ ലാ റൈബ ഫീഹി വവഫിയത് കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. എങ്ങനെയായിരിക്കും ഒരു ദിവസം, സംശയരഹിതമായ ആ ദിവസം അവരെ നാം ഒരുമിച്ച് കൂട്ടും. അങ്ങനെ അന്ന് ഓരോരുത്തർക്കും എന്താണോ പ്രവർത്തിച്ചത് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകും. ആരോടും ഒട്ടും അക്രമം ഉണ്ടാവുകയില്ല. ഇനി ഒരു പ്രാർത്ഥന രൂപത്തിൽ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ആദ്യം നമുക്ക് വാക്കർത്ഥം നോക്കാം. ഖുൽ, പറയുക, പറയുക, പ്രഖ്യാപിക്കുക, പ്രാർത്ഥിക്കുക, ചോദിക്കുക എന്നതിനൊക്കെ ഖുൽ എന്ന് തന്നെയാണ് പറയുക. അതിന്റെ ശേഷം എന്ത് എന്നതിനനുസരിച്ച് അർത്ഥമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്. അന്നാസ് എന്ന് പറയുമ്പോൾ അലിഫും ലാമും ചേർന്നു പ്രത്യേകമായ ഒരു ജനവിഭാഗം എന്ന നിലയിൽ വരും. അപ്പൊ അതിനെ വിളിക്കുമ്പോ യാ അന്നാസ് എന്നതിനെ എങ്ങനെ വിളിക്കുക? യന്നാസ് എന്ന് വിളിക്കൂല. അതിന്റെ ഇടയിൽ ഒരു അയ്യുഹ ചേർത്തിട്ടാണ് വിളിക്കുക. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നൊക്കെ. എന്നാൽ അല്ലാഹുവിനെ വിളിക്കുമ്പോ ഇങ്ങനെ വിളിക്കാനുള്ള അക്ഷരം യാ എന്നതിന് പകരം അള്ളാഹു എന്ന് പറയുന്നത് അലിഫും ലാമും ചേർന്ന ഇലാഹാണ്. അൽ ഇലാഹ്, അള്ളാഹ്. അതൊരു പ്രത്യേക പേരാണ്. ആ പേരിന് പിന്നെ വേറെ സ്ത്രീലിംഗം അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ. അതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തിൽ ഒരു മീം ചേർത്തിപ്പെടും. അല്ലാഹുമ്മ. അങ്ങനെയാണ് അല്ലാഹുവേ എന്നർത്ഥം വരുന്നത്. അല്ലാഹുവേ. മാലിക്, ഉടമസ്ഥൻ,
ഉടമസ്ഥൻ. അൽ മുൽക്ക്, ആധിപത്യത്തിന്റെ ഉടമസ്ഥൻ. ആധിപത്യത്തിന്റെ അവകാശം യഥാർത്ഥത്തിൽ ഉടമസ്ഥതയാണ്. ഉടമസ്ഥത മറ്റൊരാളുടേതും ആധിപത്യം വേറെ ഒരാളുടേതും ആകുമ്പോൾ അവിടെ അന്യായവും അനീതിയും ഉണ്ടാകും. ഉടമസ്ഥത ഒരാൾക്കും ആധിപത്യം വേറാക്കുമല്ല. ആധിപത്യം ഉടമസ്ഥനാണ് വേണ്ടത്. തുക്തി, നീ നൽകുന്നു. അൽ മുൽക്ക്, അധികാരം. മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. നീ നീക്കിക്കളയുന്നു. അൽ മുൽക്ക്, അധികാരം. മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. നീ ഇസ്സത്തുള്ളവനാണ്. അല്ല, നീ ഇസ്സത്തുള്ളവനാക്കും. തുഇസ്സു, നീ ഇസ്സത്തുള്ളവനാക്കുന്നു. മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ. വതുദില്ലു, നീ ഇസ്സത്തിന്റെ നേരെ വിപരീതം, നിന്ദ്യത. നീ നിന്ദ്യരാക്കുന്നു. മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ. ബിയദിക്, നിന്റെ കയ്യിലാണ്. അൽ ഖൈർ, നല്ലതു, സൗഭാഗ്യം, നന്മ, മെച്ചപ്പെട്ടത്. ഇന്നക, നിശ്ചയമായും നീ. അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നിനക്ക് കഴിയാത്ത യാതൊന്നും ഇല്ല, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. തൂലിജു, നീ പ്രവേശിപ്പിക്കുന്നു. അല്ലൈൽ, രാത്രിയെ. ഫിന്നഹാർ, പകലിൽ. വതൂലിജു, നീ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അന്നഹാർ, പകലിനെ. ഫില്ലൈൽ, രാത്രിയിലേക്ക്. വതുഖ്രിജു, നീ പുറപ്പെടുവിപ്പിക്കുന്നു. അൽ ഹയ്യ്, ജീവൻ ഉള്ളതിനെ. മിനൽ മയ്യിത്ത്, ജീവനില്ലാത്തതിൽ നിന്ന്. വതുഖ്രിജു, നീ പുറപ്പെടുവിപ്പിക്കുന്നു. അൽ മയ്യിത്ത, ജീവനില്ലാത്തതിനെ. മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന്. വതർസുഖു, നീ നൽകുന്നു. മൻ തശാ, നീ ഇച്ഛിക്കുന്നവർക്ക്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, ഹിസാബില്ലാതെ. ഇതാണ് ഈ രണ്ട് ആയത്ത്. പ്രാർത്ഥനാ രൂപത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ പറയുക, സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുന്നത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. പ്രാർത്ഥനയാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അത് പ്രാർത്ഥന മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യം പറയലാണ്, ഒരു ശുഭവാർത്ത അറിയിക്കലാണ്. പണ്ട് നമ്മൾ പഠിച്ച ഒരു സൂറത്ത്, സൂറ അൽ ഇസ്രാ. നമുക്ക് ഓർമ്മ ഉണ്ട് അത് പഠിച്ചത്. അൽ ഇസ്രായിൽ അള്ളാഹു 80-ാമത്തെ ആയത്തിൽ പറയുന്നു, 17-ാം അധ്യായം അൽ ഇസ്രാ 80-ാം ആയത്ത്, وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. നീ പ്രാർത്ഥിക്കുക, എന്റെ നാഥ, എന്റെ പ്രവേശനം സത്യത്തോടൊപ്പമാക്കണമേ, എന്റെ പുറപ്പാടും സത്യത്തോടൊപ്പമാക്കണമേ, നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയെ എനിക്ക് നീ സഹായിയായി നൽകണമേ. ഇത് ഹിജറ പോകാൻ നേരത്ത് അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. എന്നെ നീ
സത്യത്തോടൊപ്പം പ്രവേശിപ്പിക്കണം, എന്നെ നീ സത്യത്തോടൊപ്പം പുറപ്പെടുവിപ്പിക്കണം. അതായത് എന്റെ പുറപ്പാടും എന്റെ പ്രവേശനവും ഒക്കെ സത്യത്തോടൊപ്പമാക്കണം. എനിക്ക് അധികാരം നൽകണം. അപ്പോ നമ്മൾ സാധാരണ പറയൂലേ, അധികാരമോഹം, അധികാരം കിട്ടണം എന്നുള്ള ആഗ്രഹം നല്ലതാണോ ചീത്തയാണോ? അധികാരം കിട്ടണം എന്നുള്ള ആഗ്രഹം നല്ലതാണോ ചീത്തയാണോ? നിങ്ങളിപ്പോ ഏകദേശമൊക്കെ ഒത്തൊപ്പിച്ച് പറയാൻ പഠിച്ചിട്ടുണ്ട്. ആ, കത്തി നല്ലതോ ചീത്തയെന്ന് ചോദിക്കും പോലെ, നല്ലതിനാണ് നല്ലതിനാണ്, ചീത്തക്കാണ് ചീത്ത. അധികാരം എന്ന് പറയുന്നത് അനർഹമായി നേടുന്നതാണെങ്കിൽ ചീത്തയാണ്. അധികാരം അന്യായത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ ചീത്തയാണ്. അധികാരം വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ചീത്തയാണ്. സ്വന്തത്തെ വളർത്താനും ഉയർത്താനും ആണ് അധികാരം ആഗ്രഹിക്കുന്നതെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ചീത്തയാണ്. അധികാരം ന്യായമായ രീതിയിൽ ആഗ്രഹിക്കുന്നതും നേടുന്നതും സുന്നത്താണ്. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനാണല്ലോ അള്ളാഹുവോട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നലെ കേട്ട വിവരം എന്താണ്? പള്ളി ഇമാമിനെയും ഭാര്യനെയും മക്കളെയും പള്ളി കോമ്പൗണ്ടിൽ വെച്ച് കുട്ടിപ്പോ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1948 മുതൽ പലസ്തീനിൽ അധിനിവേശം നടത്തിയിട്ട് അവിടെയുള്ള ആളുകളെ പുറത്താക്കും, അവരെ പുറത്താക്കും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, മരുന്ന് കൊടുക്കുന്നില്ല, ജീവിക്കാനുള്ള അവകാശം നൽകുന്നില്ല. പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സക്ക് ശേഷമാണ് ഈ പ്രശ്നം എന്നാണ്. തൂഫാനുൽ അഖ്സന്റെ എത്രയോ മുമ്പ്. അപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ അത് ചെയ്യുമ്പോ അവരെങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? ആ ചെയ്യുന്നവരിൽ നിന്ന് നാടിനെ മോചിപ്പിച്ച് ന്യായമായും നീതിപൂർവകവും സമാധാനപരമായും ഈ നാടിനെ കൊണ്ടുപോകുന്നവർക്ക് ആ നാടിന്റെ അധികാരം കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണോ വേണ്ടത്? വളരെ സിമ്പിളാണ്. ഈ രാജ്യത്തേക്ക് അധിനിവേശം നടത്തി ഇവിടെ വന്ന ബ്രിട്ടീഷുകാര്, അതിനുമ്പ് പോർച്ചുഗീസുകാര്, അങ്ങനെ പലരും നമ്മളെ നാട്ടിലെ വിഭവങ്ങൾ കട്ടുകടത്തുകയും ഇവിടെയുള്ളവരെ അടിമപ്പണി എടുപ്പിക്കുകയും ചെയ്തപ്പോ അന്ന് മഹാന്മാരായ പണ്ഡിതന്മാരായ നമ്മുടെ പൂർവികന്മാർ അവരെ ഈ നാട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പണിയെടുത്തത് അവരാ അധികാരികളായി ഇവിടെ തുടർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ അധികാരം മാറ്റി രാജ്യത്തിന് ഉപകരിക്കുന്ന ഒരു കൂട്ടർക്ക് അധികാരം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ? ഇപ്പൊ പള്ളി പോലും കേന്ദ്രീകരിച്ച് പണ്ഡിതന്മാരായ ആളുകൾ സ്വാതന്ത്ര്യ സമരം നടത്തി. എന്തിനാണ്? പള്ളിന്റെ അധികാരം കിട്ടാനാണോ, നാട്ടിലെ അധികാരം കിട്ടാനാണോ? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഉളിയങ്കോട് ഉമർഖാദി നികുതി നിഷേധ പ്രസ്ഥാനം തുടങ്ങിയത് എന്തിനാണ്? അമ്പറം തങ്ങള് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയത് എന്തിനാണ്? ഏറ്റവും ഒടുവിൽ നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ട മൊയ്തു മൗലവി, അല്ലെ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു ഭാഗത്ത് പണ്ഡിതനാണ്, അതോടൊപ്പം പോരാട്ടം നടത്തുന്നു. ഇതൊക്കെ എന്തിനാണ്? അധികാരം എന്ന് പറയുന്നത് ചീത്ത കൈകളിലാണെങ്കിൽ ആ കൈകളിൽ നിന്ന് അത് മാറ്റി നല്ല കൈകളിലേക്ക് കൊണ്ടുവരിക എന്ന സുന്നത്തുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. സുൽത്താൻ, അധികാരം.
അപ്പൊ ഈ സുൽത്താനിയത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ അള്ളാഹു പറഞ്ഞു. അൽ ഇസ്രായിൽ നമ്മളത് പഠിച്ചു 80-ാമത്തെ ആയത്. ഹിജ്റ പോകുമ്പോൾ ആ ദ്വാ എന്നിട്ട് പിന്നെ ഇടവേള ഇല്ലാതെ നേരെ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുൽത്താനിയത്ത് സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, വജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. സൂറ ഇസ്രായിലെ 81-ാമത്തെ ആയത്ത് അതാണ്. വഖുൽ, നീ പറയുക, ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. സത്യം പുലർന്നു, മിഥ്യ തകർന്നു. മിഥ്യ തകരാനുള്ളത് തന്നെയാണ്. ഇത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. മിഥ്യ തകരും. മിഥ്യ എന്ന് പറഞ്ഞാൽ ബാത്തിൽ. ഹക്ക് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ, ആ ഉടമസ്ഥന് അധികാരം കിട്ടുന്നതാണ് ഹക്ക് എന്ന് പറയുന്നത്. അത് ആണ് നിലനിൽക്കുള്ളൂ, അല്ലാത്തത് ബാത്തിലാണ്, അത് തകരും. പക്ഷെ നമ്രൂദ് അധികാരിയായി തുടരും. ഏതുവരെയാണ് നമ്രൂദ് അധികാരിയായിട്ട് തുടരുക എന്ന് ചോദിച്ചാൽ, ഫിറഔൻ അധികാരിയായിട്ട് തുടരും. ഏതുവരെയാണ് തുടരുക എന്ന് ചോദിച്ചാൽ, മൂസ വരുന്നത് വരെയാണ്. അതാണ് എന്റെ സംഗതി. അബൂജഹലിന്റെ അടുത്തായിരിക്കും അധികാരം ഉണ്ടാവുക, മുഹമ്മദ് നബി വരുന്നത് വരെയാണ്. അപ്പൊ ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ അബൂജഹലിനാണ് അധികാരം. ആദ്യം നൽകുന്നത് അത് തന്നെയാണ്. കാരണം ഒരു അബൂജഹലെങ്കിലും അധികാരിയായി ഇല്ലെങ്കിൽ അരാജകത്വം ഉണ്ടാവും. ആരും നിയന്ത്രിക്കാനില്ലാതെ തമ്മിൽ തല്ലുന്ന, എല്ലാവരും അധികാരിയാവുന്ന, എല്ലാവരും നിയമം കൈയാളുന്ന അവസ്ഥ, അതിനേക്കാൾ മെച്ചമാണ് മോശപ്പെട്ട ഒരു ഭരണാധികാരി ഉണ്ടാവുന്നത്. ഉണ്ടാവണ്ടേ? ആരും അധികാരിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിങ്ങനെ ഒരു വണ്ടിയിൽ പോകാൻ നിർബന്ധിക്കപ്പെടുക. അപ്പോ അശ്രദ്ധനായ ഒരു ഡ്രൈവർ, ഒരു നിലക്കും ശ്രദ്ധിക്കാതെ അങ്ങനെ പോണ ഒരു ഡ്രൈവർ, അയാളാണോ വേണ്ടത്? അല്ല. പക്ഷെ തീരെ വണ്ടി ഓടിക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഏതോ ഒരു തീരെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാത്തവൻ ഇരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനേക്കാൾ നല്ലത് ആരാണ്? കേസിൽ ശ്രദ്ധക്കുറവുണ്ടെങ്കിലും ശരിക്കും വേണ്ടത് തന്നല്ല. പക്ഷെ അപ്പൊ ഇതൊരു ശരീരം അങ്ങനെയാണ് നടക്കുക. ലോകത്തിന്റെ എല്ലാ സംഗതിയും അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞത് ഇവിടെ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് പറയുന്ന അള്ളാഹുവേന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനാ രൂപത്തിൽ പറയുന്ന ഈ കാര്യം, ഇതിന് സമാനമായ ശുഭവാർത്ത പ്രാർത്ഥനയുടെ ശൈലിയിൽ അവതരിപ്പിച്ചതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ മുമ്പ് പഠിച്ച അൽ ഇസ്രാ അധ്യായത്തിലൂടെ. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നീ പ്രാർത്ഥിച്ചോളൂ എന്ന് കൽപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ത് പറയാണ്? നിന്നെ പുറപ്പെടുവിപ്പിക്കുന്നത് സത്യത്തിന്റെ മാർഗത്തിലാണ്, നിന്നെ പ്രവേശിപ്പിക്കുന്നത് സത്യത്തിന്റെ മാർഗത്തിലാണ്, നിനക്ക് അധികാരം നൽകും എന്ന് പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. അവിടെ നമ്മൾ കണ്ടതാണ്, ഖുബായിലെത്തി, വള്ളി ഉണ്ടാക്കി, അവിടെയുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തു, ധാരണയുണ്ടാക്കി, കരാറുകളിൽ ഏർപ്പെട്ടു. അങ്ങനെ മദീനയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ സുൽത്താനായി മാറി. ഇനി ഈ ഒരു ആയത്തുകളുടെ ഒരു പശ്ചാത്തലം, അതിനെക്കുറിച്ച് തഫ്സീറുകളിൽ നമുക്ക് വ്യത്യസ്ത കാര്യങ്ങൾ കാണാൻ പറ്റും. അതിലൊന്ന് ഖന്ദഖ് യുദ്ധം അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധം. എല്ലാവരും കൂടി ഒന്നിച്ചു വന്നതുകൊണ്ടാണ് അതിന് അഹ്സാബ് എന്ന് പറയുന്നത്. ഹിസ്ബ് എന്ന് പറഞ്ഞ ഒരു സംഘം, അതിന്റെ ജംആണ് അഹ്സാബ് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾ. ഒരു വലിയ മുന്നണിയായിട്ട് എല്ലാവരും കൂടി വരികയാണ്. എല്ലാവരും കൂടി വന്നപ്പോ മറുഭാഗത്ത് ആര് മാത്രമേ ഉള്ളൂ? ഇസ്ലാം മാത്രമേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് യുദ്ധം മുന്നിൽ കണ്ടു, യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായി.
അപ്പൊ എന്താ ഇതിന്റെ ഒരു സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കൂടി ആലോചിച്ചു. ഒരു സഹാബി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ശത്രുക്കൾക്ക് മുമ്പിൽ കിടങ്ങു കുഴിക്കുന്ന ഒരു പരിപാടി. അപ്പോ നോക്കുമ്പോ 4 ഭാഗമാണല്ലോ, 4 ദിക്കാണ്. അതിൽ ഒരു ഭാഗം മക്കത്ത് നിന്ന് മദീനയിലേക്ക് ബസ്സിന് പോയ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഈ കരിങ്കല്ലുകള് ഇറക്കിയിട്ട പോലെയുള്ള കിലോമീറ്ററുകളോളം സ്ഥലം കാണും. കരിങ്കല്ല് ഇങ്ങനെ ഇട്ടിട്ട്, പാറയല്ല, പൊട്ടിച്ചിട്ട പോലെയാണ്. അതാരോ പോയി പൊട്ടിച്ചിട്ടൊന്നുമല്ല, അത് അങ്ങനെ കല്ല് നമ്മൾ തറടാൻ കല്ലരിച്ചിട്ട മാതിരിയാണ്. അത് 1-2 കുറഞ്ഞ കിലോമീറ്ററില്ല, അങ്ങനെ കിടക്കുകയാണ്. അത് മുമ്പങ്ങോ എന്തോ ലാവ പൊട്ടി ഒലിച്ച് ഒക്കെ ഉള്ള സംഭവമാണ്. എന്തായാലും അതിലൂടെ കുതിരക്ക് ഓടാൻ കഴിയില്ല, ഒട്ടകത്തിന് പോകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയും കല്ല. ഒരു ഭാഗത്ത് അതാണ്, മറ്റൊരു ഭാഗത്ത് ഇടതൂർന്ന ഈത്തപ്പനകളാണ്. 2 ഭാഗം കവർ ചെയ്തല്ലോ. ഒരു ഭാഗത്ത് മുസ്ലിം സൈന്യമാണ്, 3 ഭാഗമായല്ലോ. ഇനി ഒരു ഭാഗം ബാക്കിയത്, അവിടെ കിടങ്ങു വയ്ക്കാൻ തീരുമാനിച്ചു. കിടങ്ങിന്റെ വലുപ്പം അതിന്റെ മീറ്റർ കണക്കൊക്കെ പറയുന്നുണ്ട്. മീറ്റർ ഒന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല. ഒരു കുതിരക്ക് ചാടി കിടക്കാൻ കഴിയാത്തത്ര വീതി വേണം, അഥവാ ഒരു കുതിരക്ക് ഇറങ്ങിയാൽ കയറാൻ കഴിയാത്തത്ര ആഴവും വേണം. ഇങ്ങനെയാണ് തീരുമാനം. അങ്ങനെ സഹാബികൾ വീതം വെച്ച് എല്ലാവർക്കും ഇത്ര ദൂരം ഇനി മുറിക്കണം, മറ്റേ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു ടീം വർക്ക് ചെയ്യാൻ. പിന്നെ ഈ ശ്രമദാനം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പണി മുന്നോട്ട് നീങ്ങാത്തത് ഇങ്ങനെ ടീമാക്കി തിരിക്കാത്തത് കൊണ്ടാണ്. വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ടീമാക്കി തിരിക്കാൻ. അങ്ങനെ ടീമായിട്ട് തിരിച്ചാൽ വേഗം പണിയാണ്. മുമ്പ് കുറ്റിപ്പുറത്ത് ഒരു പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ട് കുഴി കിടങ്ങ് കയറും, ഒരു ശ്രമദാനായിട്ട്. എനിക്ക് പോയത് ഓർമ്മയുണ്ട്. അപ്പോ ഞങ്ങളൊരു വലിയ ടീമായിട്ട് പോയി, 200 ആളുണ്ട്, വലിയ ദൂരമുണ്ട്. അപ്പൊ അവിടെ ശ്രമദാനത്തിന് എത്തി നമുക്ക് നാട്ടുകാർക്കൊക്കെ ഭയങ്കര പുച്ഛം. ഇത് എത്രയോ ആൾക്കാർ ശ്രമദാനം നടത്തിയതാണ്, കൂലി മാത്രം വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും നമ്മളടുത്ത് വിട്ടു. പക്ഷെ അതേ സമയത്ത് നമ്മളത് മൊത്തം അളവെടുത്തു, അതിനെ ഉള്ള ആളുകൾക്ക് വിഭജിച്ചു. എന്നിട്ട് ഓരോരുത്തരോടും ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം മുതൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തു. കൊത്താൻ ഒരാളെയും കോരാൻ 2 ആളെയും വെച്ചു. ഇങ്ങനെ വർക്ക് വിഭജിച്ച് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ വേഗം പണി നീങ്ങാൻ തുടങ്ങി. പണി നീങ്ങുന്നു കണ്ടപ്പോ നാട്ടുകാരെല്ലാവരും ഓരോരുത്തരെ കുടാളുമായിട്ട് കൈക്കോട്ടായിട്ട് പണി. അങ്ങനെ എല്ലാവരും സഹകരിച്ചു പണി. ഇത് ഹന്തക്കിൽ നിന്നും കിട്ടിയതാണ്. കിടങ്ങ് കയറാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഭാഗം വെച്ചു. കിടങ്ങ് കയറാൻ മാത്രമല്ല, എല്ലാ വർക്കും അങ്ങനെയാണ് ചെയ്യും. അങ്ങനെ പണി മുന്നോട്ട് നീങ്ങിയപ്പോ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് വലിയ പാറ, കുറച്ച് താന്നിട്ടുണ്ട്, എന്നിട്ടാണ് പാറ. എന്ത് കളിച്ചിട്ടും അത് വെട്ടാൻ കഴിയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പാറ ഉണ്ട്, കാരണം അത് വെട്ടിയിട്ടില്ലെങ്കിൽ എടുത്ത പണി വെറുതാവും, കാരണം ശത്രുക്കളുടെ കുതിരകൾ അതിലൂടെ അങ്ങ് വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇങ്ങനെ പാറ പൊടിഞ്ഞു. ഇങ്ങനെയാണോ? അങ്ങനെ പൊടിക്കണ പരിപാടിയാണ് നമുക്ക് പരിചയം. അല്ലെങ്കിൽ മുടി വരച്ചിട്ട് കൊടുത്ത ആള് കൊണ്ടുപോയിട്ടാൽ മതി, പൊടിഞ്ഞോ, ഇങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് പാറ പൊട്ടിക്കാൻ തോന്നും, അതിന്റെ ആയുധം വേണം. അതിന്റെ ആയുധവും എടുത്ത് ആ കുഴിച്ചിടത്തോളമുള്ള കിടങ്ങിലേക്ക് ചാടിയിട്ട് തക്ബീറും ചൊല്ലി ഒരു വെട്ടിയപ്പോ അനങ്ങാണ്ട് നിന്ന പാറ കളയി. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ആ ഉള്ളയിലും വളരെ ദുർബലനായ ഒരാളല്ല. അമ്പിയാക്കളൊന്നും അങ്ങനല്ല.
മൂസാ നബിനെ പറ്റിയിട്ട് ആ പെൺകുട്ടികൾ എന്താ പറഞ്ഞത്? കവിയുൻ അമീൻ, ശക്തനും വിശ്വസ്തനുമാണ്. അവിടെയാണല്ലോ ഒന്ന് കൊടുത്തപ്പോ മറ്റാള്. ആ അപ്പോ നബിമാരൊക്കെ അങ്ങനെയാണ്. നല്ല ഞാന് നബിസ്വല്ലം മദീനയിൽ വെച്ച് അല്ലെ ഒരു ഫയൽവാനെ ആയിട്ട് മത്സരം നടത്തിയ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പൊ ഒന്ന് നല്ല ശക്തിയുണ്ട് നമ്മളെ വായിൽ. രണ്ട്, അത് റസൂലാണ് എന്ന് തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ മുജീസത്തും സംഗതിയൊക്കെ അതുണ്ട്. എന്തായാലും പൊട്ടിയതല്ല പ്രശ്നം. പൊട്ടിയപ്പോൾ ഉടനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, തക്ബീർ മുഴക്കിയിട്ട് പറഞ്ഞു, ഷാമിലെ കോട്ട തകർക്കപ്പെട്ടു, അത് തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഷാം എന്ന് പറയുന്നത് സിറിയ, അവിടുത്തെ കോട്ട തുറക്കപ്പെട്ടു. ഈ പാറ പൊട്ടി എന്നല്ല പറഞ്ഞത്. രണ്ടാമത് വീണ്ടും കുത്തി. വീണ്ടും കുത്തിയപ്പോൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഫുതിഹത് ഖുസൂറുൽ ഹംറാഉ ബിറൂം, റോമിലെ അൽ ഹംറാ കൊട്ടാരങ്ങൾ, അതിന്റെ കോട്ടകൾ തുറക്കപ്പെട്ടു. അപ്പോ ഷാമും പറഞ്ഞു, റോമും പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഫുതിഹത് ഖുസൂറു സൻആ ബിൽ യമൻ, യമനിലെ സൻആയിലെ കോട്ടകൾ തുറക്കപ്പെട്ടു. അപ്പോ ഈ എപ്പോഴും പറയുന്നത് ദാരിദ്ര്യമുള്ള എല്ലാവരും ചുറ്റും വളഞ്ഞ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാറ പൊട്ടിച്ച് കിഴങ്ങുണ്ടാക്കണം എന്തിനാണ്? അവരിങ്ങോട്ട് വരാതിരിക്കാനാണ്. അങ്ങനെ വേണം അവർ തോൽപ്പിക്കാൻ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ പാറ പൊട്ടുമ്പോൾ റസൂല് പറയുന്നത് റോമും ഷാമും ഒക്കെ എന്താവുന്നതിനെ കുറിച്ചാണ്. അതൊക്കെ ഇസ്ലാമിന് വേണ്ടി തുറക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അതാണ് ലീഡർ. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കുക, നടക്കൂല, നാല് കൊത്തി വെക്കുക എന്ന് വിചാരിക്കണവനെ എന്താ പറയില്ല, ലീഡർ എന്ന് പറയില്ല. ഒരു സ്ഥലത്ത് പാറുണ്ട്, ആ പാറ അവിടെ കിടന്നോട്ടെ. ഇപ്പുറത്ത് വലിയ കുഴിയുണ്ട്, ആ വലിയ കുഴി അവിടെ കിടന്നോട്ടെ. പണ്ട് ചങ്ങായി പറഞ്ഞില്ലേ, ഈ എന്താക്കുക, ഞാൻ ഇല മുറിക്കാം, ഈ ഇല മുറിച്ചോ. മറ്റോടെ വെച്ചു പറഞ്ഞു, ഞാൻ ഇല തുടയ്ക്കാം, ഈ ഇല തുടച്ചു. ഇതിനെ എന്തോ പറയില്ല, ലീഡർ എന്ന് പറയില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഒരു ലീഡറായിരുന്നു. അതുകൊണ്ടാണല്ലോ ഹിജറ പോണ സമയത്ത് നമ്മളെ ഈ ചങ്ങാതിനോട് സുറാഖിനോട് പറഞ്ഞില്ലേ, സുറാഖ എന്ന് പറയുന്നത് ഇവരെ പിടിക്കാൻ വേണ്ടി വന്ന് അവസാനം അപ്പൊ പറയാണ്, ഹിർക്കലിന്റെ കയ്യിലെ വള നിന്റെ കൈക്ക് അണിയിക്കും. എപ്പോ? ഹിർക്കൽ ചക്രവർത്തി നമ്മളെ ട്രംപിന്റെ അടുത്തുള്ളത് എനിക്ക് വാങ്ങിത്തരും എന്നൊക്കെ പറയണമാതിരിയാണ് പറയുന്നത്. അപ്പോ ആരും അത്ഭുതപ്പെട്ടു, ഇതെന്ത് വർത്താനായി പറയുന്നത്, ഇവരെന്നെ മക്കത്തെക്കാൻ കഴിയാണ്ട് മദീനത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് പിടിക്കാൻ വന്ന ഒരുത്തന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടതാണ്. ആ രക്ഷപ്പെട്ടപ്പോ എന്തെങ്കിലുമൊക്കെ സമാധാനാക്കുന്നതിന് പകരം പറയുന്നത്, നിന്റെ കയ്യിൽ ഈർക്കലിന്റെ വള തരും. അപ്പൊ എന്തൊരു പ്രതീക്ഷയായിരുന്നു നബിക്ക് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അതാണ് ലീഡർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. ഇത് റസൂലുള്ള പലതവണ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മക്ക വിമോചനത്തിന്റെ ഘട്ടത്തിൽ മക്ക വിമോചിപ്പിക്കപ്പെട്ടപ്പോ നബി പറഞ്ഞത് ഒക്കെ നേടിയെന്നല്ല, ഇനി പേർഷ്യ, റോം, അങ്ങനെയാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ മുനാഫിക്കുകളും ജൂതന്മാരും പരിഹസിച്ചു. മുഹമ്മദിന് ഇപ്പൊ ഇതൊന്നും പോരാ, ഇനിയിപ്പോ പേർഷ്യം വേണോ അവര്. മനസ്സിലായില്ലേ? റോമ കീഴടക്കാൻ പോവാണ് എന്നൊക്കെ പറയില്ലേ. എവിടെ? നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ തന്നെ കുഴി വയ്ക്കുകയാണ് പുകള്. എന്നിട്ടിപ്പോ അത് വേണമെന്നപ്പം. പക്ഷെ അവര് തോറ്റു. അസാബില് അത്ഭുതം, അവര് പരാജയപ്പെട്ടു പോയി കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യം വിജയിച്ചു. അപ്പോ ആ സമയത്ത് അവർ പരിഹസിച്ച പരിഹാസമാണിത്. അപ്പോ ആ പരിഹാസം അള്ളാഹു പറയാണ്, നീ ദ്വാരുന്നോ? പറഞ്ഞോളൂ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എന്താണ്? ആധിപത്യത്തിന്റെ ഉടയവനായ അള്ളാഹുവേ. അപ്പൊ അള്ളാഹുവിനാണ് എന്ത്?
സകല ആധിപത്യത്തിന്റെയും ഉടമസ്ഥത എന്ന് പറയുന്നു. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകും. നീ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും എന്ന് പറഞ്ഞല്ലേ, അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഹിദായത്തിലാവാത്ത ഒരുത്തം പറയാണ് എനിക്ക് അള്ളാഹ് തരായിട്ടല്ലേ എന്ന് പറഞ്ഞാലോ? ഹിദായത്ത് കിട്ടണമെങ്കിൽ അവൻ ചെയ്യേണ്ട പണി അവൻ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കുക. അള്ളാഹുവിന്റെ സുന്നത്ത് അങ്ങനെയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അല്ലെങ്കിൽ നബിസ്വല്ലല്ലാഹു ആദ്യം പിന്നെ ഖുർആൻ ഓതുന്ന ഓരോരുത്തരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അള്ളാഹുവേ ആധിപത്യത്തിന്റെ ഉടമയായ അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യം എടുത്തു കളയുന്നു. അപ്പോ ഇപ്പൊ നിങ്ങള് സൈന്യങ്ങൾ ഒന്നിച്ചു വന്നാലും, നിങ്ങളിപ്പോൾ പരിഹസിച്ചാലും, നിങ്ങൾ കരാർ ലംഘിച്ചാലും, ഇപ്പോൾ അധികാരം കൈയാളുന്ന നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എല്ലാ കാലത്തും അധികാരം ഉണ്ടാവുക എന്ന് വിചാരിക്കരുത്. അള്ളാഹു എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുകയും അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തെ എടുത്തു കളയുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നിന്ദരാക്കി മാറ്റുകയും ചെയ്യും. പ്രതാപം, ഇസ്സത്ത് എന്നൊക്കെ പറയുന്നത് വലിയ ശക്തിയുള്ള ആൾക്കാർക്കാണ് ഉണ്ടാവുക എന്നാണല്ലോ നമ്മൾ പൊതുവിൽ കരുതുക. ബദർ, ഉഹുദ്, ഹന്തക്ക് എന്നൊക്കെ പറയുന്ന ആ കാലത്തെ ചരിത്രം മാത്രമല്ലല്ലോ നമ്മളെ മുമ്പിൽ ഇപ്പൊ ഏറ്റവും ലൈവായി നിൽക്കുന്നത് ഫലസ്തീനാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അള്ളാഹു ഇസ്സത്ത് നൽകിയ സമൂഹത്തിന്. ഗസ എന്ന് പറഞ്ഞാൽ ഇസ്സ എന്നാണ്, ഇസ്സത്താണ്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും അല്ലാഹുമ്മ അഇസ് അഹ്ലൽ ഗസ, ഗസക്കാർക്ക് നീ ഇസ്സത്ത് നൽകണേ. ശരിക്കും പറഞ്ഞാൽ ഓൽക്ക ഇസ്സത്ത് ഉള്ളത്, ഈ പ്രാർത്ഥിക്കണേ നമ്മക്കല്ല. നമ്മൾ ഓൽക്ക് നൽകണേന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ ബകേരി നമ്മക്കൂടി കുറച്ച് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്കാണ് ഇസ്സത്ത്. അവര് കൊല്ലാൻ വിചാരിച്ച് മിസൈൽ അയച്ച് കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ ഓല് ഇരിക്കുകയാണ് ചർച്ച, അല്ലെ? ഒരാഴ്ച കൊണ്ട് മൊത്തത്തിൽ തുടച്ചു നീക്കി മെഡിറ്ററേനിയൻ സീ നമ്മളന്ന് കണ്ടില്ലേ, മധ്യധരണ്യാഴി. അപ്പൊ അവിടെ ഇവരെങ്ങനെ നീക്കിയിട്ട് അവരെ തള്ളിക്കളയാന്ന് വിചാരിച്ചിട്ടാണ് ഇവർ തുടങ്ങിയത്. 2 കൊല്ലം അത്രയേറെ ശുഹദാക്കൾ അവിടെ ഉണ്ടായി. ശുഹദാക്കൾ ഉണ്ടാവല് ഒരു എന്തല്ല, ഒരു നഷ്ടോ ഒരു സംഗതി ഒന്നുമില്ല. ശുഹദാക്കൾ ഉണ്ടാവുക ഷഹാദത്ത് തോൽക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പൊ ശുഹദാക്കൾ ഉണ്ടായി. അതേ സമയത്തോ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ടും അവരെ നീക്കി കളയാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഇവര് പറഞ്ഞത് ഞങ്ങളുടെ അടുത്തുനിന്ന് പിടിച്ചു വെച്ച ബന്ദികളൊക്കെ നിങ്ങൾ ഔദാര്യൊന്നും വേണ്ട, ഞങ്ങൾ മോചിപ്പിക്കുന്ന. എവിടാണ് ഇവരെ പാർപ്പിച്ചതെന്ന് തന്നെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി നാളെ ഈ ബന്ദികളെ കൈമാറുമ്പോ ഓലെങ്ങനെ കൊണ്ടുവരുന്നതെന്നും ഇവർക്ക് കഴിയൂല. ഓലെങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കാണുക ആകെ എന്താണ്, ഇവര് പോണതാണ്. പോകുമ്പോ ഇവർക്ക് സലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേക്ക് ഓല് പോവാണ്. അത്രയും നിങ്ങളെ നമ്മൾ നോക്കിയല്ലോ എന്നുള്ളത്. 2 കൊല്ലം ഒരു മനുഷ്യന് തിന്നാനും കുടിക്കാനും കൊടുക്കാണ്ടിരുന്ന അയാൾക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല. ഇവർക്ക് തിന്നാൻ കുടിക്കാനും ഇല്ലായിട്ട് ഇവര് മരിക്കുകയാണ് പട്ടിണി എടുത്തിട്ട്. ഇവര് പട്ടിണി എടുത്ത് മരിക്കുമ്പോഴും ഇവര് സൂക്ഷിച്ചു വെച്ച വിഭവങ്ങൾ കൊടുത്ത് അവരെ ജീവൻ രക്ഷിച്ചു. 2 കൊല്ലമായിട്ട് അവരാ ഭൂഗർഭ അറക്കുള്ളിൽ പോറ്റുകയാണ് ഇവര് ചെയ്തത്. അപ്പോ ഇതൊക്കെ എന്താണ്? നമുക്ക് ചിലപ്പോ തോന്നാം പണ്ടെന്നോ ഹന്തക്കിൽ എന്തോ ഉണ്ടായി, അല്ലെ? അങ്ങനല്ല, ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ ഈ കൂട്ടരോട് സംസാരിച്ച് ഇനിപ്പോലെ ലംഘിക്കോ? ലംഘിക്കാം. ഓലെ ചരിത്രം അതാണ്. കരാറൊക്കെ ലംഘിക്കോ? ഓലെ ചരിത്രം. പക്ഷെ അള്ളാഹു ഖുർആനിൽ പറയാണ്, സന്ധിക്ക് അവർ വന്നാൽ നീ അവരോട് സന്ധി ചെയ്യണം, പിന്നെ അവർ ലംഘിച്ചാൽ നിനക്ക് അള്ളാഹ് മതി.
ഇവിടെയാണ്. അപ്പൊ അങ്ങനെ വന്നാല് നമ്മൾ നിന്ന് കൊടുക്കണം. നിന്ന് കൊടുത്ത് പിന്നെ ഒരു വഞ്ചിച്ചാൽ നിനക്ക് അള്ളാഹു മതി. ആ ആയത്തൊക്കെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പോലെയാണ് തോന്നുന്നത്. യഥാർത്ഥത്തില് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ദില്ലത്ത് നൽകും. ആ ദില്ലത്ത് നിന്യത, ലോകത്തിന് മുമ്പാകെ അവർക്ക് നിന്യത നേരിടേണ്ടി വന്നിരിക്കും. ഇത് വലിയ പ്രതീക്ഷയുടെ, ആശ്വാസത്തിന്റെ ഭയങ്കരമായ വർത്താനാണ് ഖുർആൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ബാധകമായ കാര്യമാണ്. അപ്പൊ എല്ലാം ബുൾഡോസർ രാജ്യം ഉണ്ടെങ്കിലും അതൊന്നും എല്ലാ കാലത്തും നിൽക്കൂല. മൂസ വരുന്ന വരെയാണ് ഫിറൗന് ഉണ്ടാവുക. മൂസ എവിടെ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിനു വേണ്ടി ഇപ്പൊ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ സ്വർഗം കിട്ടും. പ്രാർത്ഥനകൾ ഒന്നും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പ്രവർത്തനങ്ങളുടെ അഭാവത്തിലുള്ള ഒരു പ്രാർത്ഥനയില്ല. ഒരു പ്രാർത്ഥന സ്വർഗം കിട്ടാനാണെങ്കിൽ അതിനുള്ള പണിയെടുത്താലാണ് സ്വർഗം കിട്ടുക. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കിട്ടൂല എന്ന് നമുക്ക് എല്ലാവർക്കും പറയും. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ അതിന്റെ പണിയെടുത്തിട്ട് വരും. പരീക്ഷയിൽ ജയിക്കണേ ഒറ്റ വരി വായിച്ചു നോക്കാണ്ട് ഒരാൾ അങ്ങനെ തോരുന്ന എന്താ, സൂക്കേട് മാറണേ തോൽക്ക, എന്തൊക്കെയോ ഒന്നും കുടിക്കണ്ടേ. ഒരു കാരണം, ഒരു സബബ് വേണം. അത് ദുനിയാവ് അങ്ങനെയാണ്. അത് ഹോമിയോ വേണോ ഇംഗ്ലീഷ് വേണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും, അതൊക്കെ ദുനിയാ കാര്യങ്ങളാണ്. നല്ലത് നോക്കിയിട്ട് കഴിച്ചോളും. അക്കിപ്പഞ്ചർ കുത്തി വെച്ചാലും മരിക്കും, കഫ്സിറപ്പ് കഴിച്ചാലും മരിക്കും, നല്ല അല്പം ഉപയോഗിച്ചില്ലെങ്കിൽ. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖന്റെ പ്രശ്നമല്ല. അത് മനുഷ്യന്മാര് ഉപയോഗിക്കുന്നതിന്റെയും ദുരുപയോഗപ്പെടുത്തുന്നതിന്റെ ഒക്കെ കാര്യമാണ്. അള്ളാഹുവേ, നീയാണ് ആധിപത്യം നൽകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് നബിമാരായിരുന്നു രാജാക്കന്മാര്. ദാവൂദ് നബി, സുലൈമാൻ നബി, ഇവരൊക്കെ രാജ്യം ഭരിക്കാൻ. യൂസുഫ് നബി, ഈ യൂസുഫ് നബിന്റെ മാത്രം ചരിത്രം ആലോചിച്ച് നോക്കുന്നത് പൊട്ടക്കിണറ്റിലായിരുന്നു. പൊട്ടക്കിണറ്റില് കിടക്കണ, പൊട്ടക്കിണറ്റ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥം വെള്ളമില്ലാത്ത കിണർ നല്ല കേട്ടോ, അങ്ങനെ പറയുന്നേ ഉള്ളൂ. അത് നല്ല കിണറായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് വെള്ളം കോരാൻ ആള് വന്നു. പക്ഷെ നമ്മൾ പണ്ട് മുതലേ പൊട്ടക്കിണറ്റെന്ന് പറയും. അതുകൊണ്ടാണ് അതിന് വെള്ളം കോരാൻ ആള് വന്നു. അവിടെ കിടന്ന ഒരാളാണ് പിന്നെ എവിടെ, അവരെ മുമ്പിലാണ് മറ്റൊരു പോയിട്ട് ഭക്ഷണം. അപ്പൊ ആർക്ക് അധികാരം നൽകി എന്നുള്ളത്. അപ്പൊ ഒരു കാലത്ത് ഇസ്രായേൽ സമൂഹത്തിന് അധികാരമുണ്ടായി. പിന്നീട് അവരെന്തായി, അതിൽ നിന്ന് ഒഴിവാക്കും. ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതിപ്പോഴാണ് 948 അവരുണ്ടാക്കിയ വ്യാജ പേരാണ്. നമ്മൾക്കുള്ളൊരു പരിമിതി എന്താന്ന് വെച്ചാല്, നമ്മളെ നബിന്റെ പേരാണ് പോലെ ആ ഭീകര രാഷ്ട്രത്തിന് ഇട്ടത് എന്നുള്ളതിനെ കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. യാക്കൂബ് നബിന്റെ പേരാണല്ലോ ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അള്ളാന്റെ അടിമ എന്നതിന്റെ അർത്ഥം. അബ്ദുള്ള എന്നാണ് ശരിക്കും പറഞ്ഞ ഇസ്രായേൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ഈ പൈശാചിക രാജ്യത്തിന് ഇട്ടു എന്നുള്ളതാണ് നമ്മളെ പരിമിതി. അത് നമ്മളെ പരിമിതിയാണോ സാധ്യതയാണോ എന്ന് അറിയില്ല. നമ്മളിപ്പോ മൊഹമ്മദിനോട് എത്ര ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ ഈസാനിമിന് ചീത്ത അറിയാൻ പറ്റുമോ? ഈസാനി നമ്മളത് കൂടിയല്ലേ. നമ്മളത് കൂടി അല്ലെങ്കിലും നമ്മൾ ചീത്ത അറിയില്ലല്ലോ. ചീത്ത അറിയാൻ പാടില്ല, അന്ന് പഠിപ്പിച്ചില്ല. അപ്പൊ അതാണ്, അത് പരിമിതിയല്ല, നമ്മുടെ ഒരു സാധ്യതയാണ്. അപ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ, അല്ലെങ്കിൽ മദീനയുടെ പ്രാന്തങ്ങളിൽ ഭരണം നടത്തിയിരുന്ന ജൂതഗോത്രങ്ങൾ, ഇത്തരം ആളുകൾ അവരുടെ അധികാരം കയ്യിൽ വെച്ചുകൊണ്ടാണ് നബിസ്വല്ലല്ലാഹുവിനെ നേരിടാൻ വേണ്ടി വന്നത് പലപ്പോഴും. പക്ഷെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും, അവൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് അത് ഒഴിവാക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നിന്ദരാക്കും. ബിയദിക്കൽ ഖൈർ, എന്നാൽ എല്ലാ ഖൈറും നന്മയും ബിയദിക്, നിന്റെ കയ്യിലാണ്. നിന്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കൈയുണ്ടാവും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ എന്ന് പറയുന്ന മാതിരിയല്ല. അത് അള്ളാഹുവിന്റെ അധികാരവുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇനി അങ്ങനെ ആ ബന്ധപ്പെട്ടത് പറയാൻ കാരണമാകുന്ന ഏതെങ്കിലും നിലക്കുള്ളൊരു കൈ ഉണ്ടോ?
നമുക്കറിയില്ല. എന്നാൽ അതെങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തെ കുറിച്ച് പറയുന്നത് ബിദ്അത്ത്. അങ്ങനെ ചോദിക്കല് ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. സുമ്മസ്തവ അലൽ അർശ്, അർശിന് മേൽ ഇരുന്നു എന്ന് പറയുമ്പോ അള്ളാഹു അങ്ങനെ ഇരിക്കുക, അല്ല ഇരുന്നു അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയെന്നുള്ള നമുക്ക് അറിഞ്ഞൂടാ. കാരണം അള്ളാഹു എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ആരോടാ ചോദിക്കണത്? നമ്മളെപ്പോലുള്ള ഒരാളോടാ ചോദിക്കുന്നത്? ഒരു കാര്യമില്ല. വഹീ കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ ആ ചോദ്യം ബിദ്അത്താണ്, എന്ന് പറഞ്ഞാൽ പുതിയതായി ഉണ്ടായതാണ്, ചോദിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുഅ്മിനീങ്ങളാണ്, ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരെ. അപ്പൊ നമ്മക്കിപ്പോ അള്ളാഹുവിന്റെ കൈ എങ്ങനെയാന്നുള്ളത് അത് കൈയുണ്ടെന്ന് മനസ്സിലാക്കി മതി. ബിയദിക്കൽ ഖൈർ, ആ കൈ നമ്മുടെ കൈ പോലെ ഒടിയുന്ന, വേദനയാകുന്ന, ചുളിയുന്ന ഒന്നും കൈയല്ല അർത്ഥം. അപ്പൊ അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹുവിങ്കലാണ് എല്ലാ ഖൈറും, അതിൽ തർക്കമില്ല. അപ്പൊ എല്ലാ നന്മകളും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. മനസ്സിലായോ? അപ്പൊ നമ്മക്ക് ഉള്ളതുപോലെ ഒരു സാധനം ഉണ്ടാക്കി അതിന്റെ മുകളിൽ വേറെ ഉണ്ടാക്കി അങ്ങനെയൊന്നുമില്ല അള്ളാഹ്. എല്ലാ ഭൗതിക ന്യായങ്ങൾക്കും അപ്പുറം ആളുകളെ വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും പ്രതാപം നൽകാനും നിന്നരാക്കാനും ഒക്കെ ആർക്ക് കഴിയും? അള്ളാഹു. നിങ്ങള് ബേജാറാണ്, പക്ഷേ നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ, നമ്മക്കിനി എന്താ രക്ഷ? നിങ്ങൾ ബേജാറ് വേണ്ട കാര്യമില്ല, അത് അള്ളാഹു. പക്ഷെ അതിനുള്ള ഒരു യോഗ്യതയും അർഹതയും നേടാതെ സ്വേച്ഛാധിപതികളെ മാറ്റില്ല. അങ്ങനെ മാറ്റിയാൽ പിന്നെ ആരുമില്ലാത്ത അവസ്ഥ ആവും. അപ്പൊ പിന്നെ രാജ്യത്ത് എന്താ സംഭവിക്കുക? ഭയങ്കരമായ അരാജകത്വവും പ്രശ്നങ്ങളും സംഭവിക്കും. അപ്പൊ നമ്മളെ രാജ്യം നല്ല നിലക്ക് കൊണ്ടടക്കാൻ പറ്റിയ ആൾക്കാർ ഉയർന്നു വരുന്നത് വരെ ഇവര് തുടരും. അങ്ങനെ ഉയർന്നു വന്നാൽ ആ വന്ന തൊട്ടടുത്ത നിമിഷം ഈ രാജ്യം രക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ അത് ഉയർന്നു വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഉയർന്നു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് രാജ്യത്തോട് സ്നേഹവും കൂറുമുള്ള ആളുകൾ നടത്തേണ്ടത്. പല ആളുകളും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സ്വേച്ഛാധിപതികളാണ് ഭരിക്കുന്നത് എന്ന് വരുമ്പോ വേഗം അവരുടെ ഓരം പറ്റി നിൽക്കാനാണ് ശ്രമിക്കുക. ഇവരാണല്ലോ ഇപ്പൊ അവരുടെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഫിറോന്റെ കൂടെ നിന്നവരുണ്ടായിരുന്നു. ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും ഫിറോന്റെ കൂടെ നിന്നവരുണ്ടായിരുന്നു. എന്നാൽ ഫിറഔനിന്റെ ഭാര്യ തന്നെ തിരിച്ചുപ്പുറത്ത് നിന്ന ആളാണ്. അതൊക്കെ ഒരു തൗഫീഖാണ് അല്ലെ? ഇസ്സത്ത് ആർക്കാണ് കിട്ടുക? ദില്ലത്ത് ആർക്കാണ് കിട്ടുക? ഇസ്രായേൽ പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഫിറൗന്റെ കൂടെ നിന്നവൻ, ഫിറഔന്റെ വീട്ടിൽ നിന്ന് നേരെ തിരിച്ച് ഇസ്രായേലിന്റെ കൂടെ നിന്നവൻ എന്നാണ് ചരിത്രം. അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ആരാണ് എവിടുന്നാണ് ഈ പ്ലോട്ടില്ല വന്നത്? എവിടുന്നാണ് വന്നത്? അവർക്ക് വെള്ളവും അരിയും അല്ലെങ്കിൽ ഭക്ഷണവും മരുന്നും ഒക്കെ ആയിട്ട് എത്ര 40 രാജ്യത്ത് നിന്നിട്ട് ആള് വന്നു. ആ 40 രാജ്യത്തിന്റെ ആ വന്ന ആൾക്കാരുടെ ജാതിയും മതവും നാടുകളും ആലോചിച്ച് നോക്കും. എവിടുന്നാ ഇത് വരുന്നത്? അബൂത്വാലിമാരാണല്ലോ ഈ വന്നതൊക്കെ. സ്വന്തം നിലക്ക് അവർ വിശ്വസിച്ചിട്ടില്ല. അവരെ ഇപ്പുറത്ത് അതിനേക്കാളും വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. 1ഉം 2ഉം കപ്പലല്ല, ഒരുപാട് കപ്പലായിട്ട് വരാൻ പറ്റുന്നവരുണ്ട്. വന്നാൽ തടയാൻ മറ്റുള്ളവർക്ക് സാധിക്കാത്ത ജാതി കൊണ്ടുവരാൻ പറ്റുന്നവരുണ്ട്. ഓലൊന്നും വേണ്ടി വന്നത് എവിടുന്നാണ്? വേറെ സ്ഥലത്ത്. അപ്പോ അതാ പറഞ്ഞത്, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ നിന്നാണ് ആസിയ ബീവി വന്നത് അല്ലെ? അങ്ങനെ വന്നു. അവർക്കറിയാൻ മരിക്കും അല്ലെ ഞങ്ങളെ കൊല്ലും, എന്നിട്ടും അവർ വന്നു. എന്നിട്ട് ഓല അറസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഇസ്ലാം സ്വീകരിക്കുക. ആലോചിച്ചില്ല. ആ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ
എന്നാലെങ്കിലും ഇനിയിപ്പോ രക്ഷല്ല, പിടിക്കപ്പെട്ടു, എന്നാ പിന്നെ സോറി ഇട്ടോ, നമ്മൾ ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് പറഞ്ഞതിന് പകരം ആ പിടിക്കപ്പെട്ടവർ ഇസ്ലാം സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ലോകത്തിന്റെ മൊത്തം നിയന്ത്രണവും അധികാരവും ഒക്കെ എല്ലാം യൂറോപ്പിന്റെ കയ്യിലേക്ക് എത്തിക്കൂടായൊന്നുമില്ല. അങ്ങനെ എത്തിയിട്ട് ആ കൈ അങ്ങ് ശുദ്ധായാ പോരെ? അതിന് സന്മാർഗം കിട്ടുക അതോടുകൂടിയിട്ട് മാറിയില്ലേ? മൊത്തം ലോകത്തിന്റെ നിയന്ത്രണം ഒരു ദീനില്ലാത്ത കൂട്ടർ കയ്യിലെത്തുക. എന്നിട്ട് പിന്നെ ആ കൂട്ടർ എന്താകുക? അള്ളാഹു ആലം. എന്താണ് പടച്ച തമ്പുരാൻ കണ്ടതെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മുത്തുനബി പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇപ്പോഴുള്ളത് നുബുവത്താണ്, നബി. ഈ നുബുവത്തിന് ശേഷം ഖിലാഫത്ത് ഉണ്ടാകും. മിൻഹാജുൻ നുബുവ, നുബുവത്തിന്റെ മാതൃകയിൽ. അതിനുശേഷം പിന്നെ രാജാക്കന്മാർ വരും. അതിനുശേഷം പിന്നെ സ്വേച്ഛാധിപതികൾ വരും. അപ്പോ നുബുവത്തിന് ശേഷം ഖിലാഫത്ത്, അതിനുശേഷം രാജഭരണം, അതിനുശേഷം സ്വേച്ഛാധിപത്യം. പിന്നെ നമ്മൾ വിചാരിക്കുക അതിനേക്കാൾ മോശമാവുന്നതാണ്. പക്ഷെ പിന്നെ റസൂലുള്ള പറഞ്ഞത് പിന്നീട് നുബുവത്തിന്റെ മാതൃകയിലുള്ള ഖിലാഫത്ത് വരും. മിൻഹാജുൻ നുബുവ സുമ്മ സഖത്ത്. പിന്നെ റസൂലൊന്നും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്വഹീഹായ ഹദീസാണ്. ആ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോ നുബുവത്ത് കഴിഞ്ഞു, ഖിലാഫത്ത് വന്നു. നുബുവത്ത് ഇല്ലാത്ത ഖിലാഫത്തായിരുന്നു. കാരണം അബൂബക്കർ സിദ്ദീഖ് നബിയല്ലല്ലോ ഖിലാഫത്ത്. പിന്നീട് അത് രാജഭരണത്തിലേക്ക് പോയി. അതിനുശേഷം പിന്നെ സ്വേച്ഛാധിപതികൾ ലോകം ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലല്ല ലോകം അവസാനിക്കുക എന്നാണ്. അവിടെ നിന്ന് മിൻഹാജുൻ നുബുവ, നുബുവത്തിന്റെ ആ പാതയിലൂടെയുള്ള ഖിലാഫത്ത് വരും. പിന്നെയാണ് ലോകം അവസാനിക്കുക എന്നാണ്. അപ്പൊ ഇത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കായതുകൊണ്ട് നമുക്ക് അതിൽ അവിശ്വാസത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ആര് എന്ത് അതിൽ ആർക്ക് പങ്കുവയ്ക്കാൻ കഴിയും, അതിൽ എത്രത്തോളം നമ്മളുടെ പങ്ക് എന്നതൊക്കെ വേറെ വിഷയം. അത് നമുക്കുള്ള പരീക്ഷണമാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇനി ഭൂമിയിലുള്ള ഏതെങ്കിലും അധികാരത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ, തൂലിജുൽ ലൈല ഫിൻ നഹാർ, അള്ളാഹു പകലിലേക്ക് രാത്രിയെ പ്രവേശിപ്പിക്കുന്നു. വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ, അള്ളാഹു രാവിലേക്ക് പകലിനെയും പ്രവേശിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, പകല് രാത്രി ആവുന്നു, രാത്രി പകലാവുന്നു. ഇങ്ങനെ നമ്മളാരെങ്കിലും ചെയ്യാണോ? ഇത് ഇസ്രായേലിൽ ചെയ്യാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭരണാധികാരികൾ കുത്തിരിഞ്ഞ് ചെയ്യാണോ? അല്ലടോ. ലോകം ഭരിക്കുന്ന നിങ്ങൾ വലിയ വമ്പന്മാരും കഴിവുള്ളവരുമായിട്ട് നിങ്ങൾ ആരെങ്കിലും ആണോ ഇതിങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? അത് ഖുർആൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പകലിങ്ങനെ ആയിരിക്കെ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആക്കിയ മാതിരി ഇരുട്ടാവുകയാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അവസ്ഥ എന്താ? നമ്മള് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവാ, പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി പോയാൽ ലൈറ്റ് ഇടേണ്ടി വരില്ല. അപ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യും? എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പോകും. പക്ഷെ നട്ടുച്ച കഴിഞ്ഞാൽ പിന്നെന്താണ്? രാവിലേക്കല്ല, രാവിലേക്ക് ഇങ്ങനെ നീങ്ങുന്നത് കാണാം. പകലോൻ. ആരാ പകലോൻ? സൂര്യന്. നമ്മളപ്പുറത്തെ ആളെ പേരല്ല. പകലോൻ മാഞ്ഞു പോകുന്നത് അപ്പൊ അതിങ്ങനെ ഊരിയെടുക്കണം വഴിയാണ് അല്ലേ? ഇതേപോലെ തന്നെയാണ് രാവ് പകലാകുന്നത്. പെട്ടെന്ന് അങ്ങ് ലൈറ്റിട്ട മാതിരി വെളിച്ചം വരികയല്ല. ആകാശത്തൊരു വെള്ള കീറ്. എന്നിട്ട് ആര് കീറും? ഇത് ഒന്നിരുന്നാലേ കാണുള്ളൂ. മൊത്തം വെളിച്ചായിട്ട് എണീക്കാത്തവന് എന്ത് വെള്ള കീറല്? അപ്പൊ പകല് ഇങ്ങനെ 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 ആയി വരികയാണ് ചെയ്യും. അതേപോലെ രണ്ടും അങ്ങനെയാണ്. ഇത് ചെയ്യുന്നവൻ നീയാണ്. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ. നീ എന്ത് ചെയ്യുന്നുണ്ട്? ജീവൻ ഉള്ളതിനെ
നീ പുറപ്പെടുവിപ്പിക്കുന്നു ജീവനില്ലാത്തതിൽ നിന്ന്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിപ്പിക്കുന്നു. അല്ലെ? ഒരു വിത്ത് ഉണങ്ങി അങ്ങേ തലത്തിയിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ അകത്ത് പിന്നെയും മുളച്ചു വരും. ഭൂമി തന്നെ ഈ മറലിൽ മരിച്ചു കിടക്കണ ഭൂമിയാണെന്ന് തോന്നും. മഴ പെയ്താൽ കൊല്ലും. കോഴിമുട്ടല്ലേ? ഇന്ന് രാവിലെ കോഴിമുട്ട എന്ന് പറയാറുണ്ടോ? നല്ലതാ. ഒരു കോഴിമുട്ട പോയി കണ്ട ബേക്കറി സാധനം തിന്നതിനേക്കാളും നല്ലതാണ്. കൂട്ടത്തിലാവും കൂടി പറയാലോ. എന്ന് പറഞ്ഞാല് പിന്നെ ഈ പണ്ടത്തെ ആ വിശ്വാസം ഇപ്പൊ ഇല്ല. മഞ്ഞ പറ്റൂല, വെള്ളം അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാം പറ്റുന്നാണ്. കഴിച്ചോളാനാണ് പറയുന്നത്. മഞ്ഞ കഴിക്കണമെന്നാ പറയുന്നത്. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് ഈ പറഞ്ഞതിന്റെയൊക്കെ കഥ എന്താണല്ലോ. തലച്ചോറുള്ളവർക്ക് നല്ലതാണ്. അപ്പോ എന്ത് ചെയ്യണം? ഇതൊക്കെ കഴിക്കണം. പക്ഷെ ജീവന്റെ ഒരു തുടിപ്പും ഇല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പ്രത്യക്ഷത്തിൽ ജീവൻ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത്. മുട്ട എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ ടെമ്പറേച്ചർ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വരും. വിത്തുകൾ അതുപോലെ കൊമ്പ് കുഴിച്ചിട്ടാല് അങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ജീവൻ പ്രത്യക്ഷത്തിൽ കാണാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ. ബീജവും അണ്ടവും. മാങ്ങന്റെ അണ്ടിന്റെ അകത്ത് വളരെ കറക്റ്റ്. മാങ്ങന്റെ അണ്ടിന്റെ ഉള്ളിൽ വണ്ട്. ഇതിന് എവിടെ ഇത്രയും അതത്ഭുതം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തുരങ്കത്തിന്റെ അകത്ത് ബന്ദികളെ വെച്ച് വലിയ കഥയൊന്നുമില്ല. മാങ്ങന്റെ അകത്ത് വണ്ടിനെ പോയിട്ട് അള്ളാക്ക് ഇതും കഴിയും. അപ്പോ പിന്നെ അതിൽ നിന്ന് ജീവനുള്ളത് പുറത്തു വരും. ഇനി ജീവനുള്ള നമ്മളുടെ മുടി, നഖം, ഇതൊക്കെ ജീവനില്ലാത്ത സാധനങ്ങൾ പുറത്തു വരും. അപ്പൊ ഇത് വാക്കർത്ഥത്തിൽ തന്നെ ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഭയങ്കര അത്ഭുതമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇതൊരു മെറ്റഫറായിട്ട് കണ്ടാൽ, ഇതിനെ ഒരു വേറൊരു നിലക്ക് നമ്മൾ ഇതിനെ വീക്ഷിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ജീവനില്ലാത്ത സമൂഹത്തിൽ നിന്ന് അള്ളാഹു ജീവനുള്ള സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇപ്പൊ നമ്മള് ഒരു മുജദ്ദിദിന്റെ പേരാണ് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മൾ ഈ മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. അദ്ദേഹം ജീലാനിലും ജനിച്ചു. അവിടെ ജീലാനി എന്ന് പറയുന്നത് മനസ്സിലായി. അദ്ദേഹത്തിന് ഉള്ള വിശേഷണ നാമമാണ് മൊഹീദ്ദീൻ. ദീനിനെ ഹയാത്താക്കിയ ആള്. ദീനിനെ ഹയാത്താക്കിയ ആള് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെതായ യാതൊരു ഗുണവുമില്ലാതെ മരിച്ചുപോയ ഒരു ഖൗമായിരുന്നു അവിടെ ഉള്ളത്. മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഡെത്ത് അല്ല. ആ മരിച്ചു പോവാന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഡെത്താണ്, ആത്മീയമായ ഒരു മരണമാണ്. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, ഒരു ശവം പോലെ ജീവിക്കുന്നു, അല്ലെ? നിർജീവമാണ് എന്ന് പറഞ്ഞാൽ ജീവല്ല എന്നാൽ ശ്വസിക്കുന്നില്ല, വെള്ളം കുടിക്കില്ല എന്നോ അതിനർത്ഥമല്ല. അപ്പോ അങ്ങനെ കിടക്കുന്ന, മയ്യത്തായി കിടക്കുന്ന ഒരു സമൂഹത്തെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇസ്ലാം കൊണ്ട് തജ്ദീദ് നടത്തി ജീവൻ വെപ്പിച്ചു. അതുകൊണ്ടാണ് അത്ര ചുട്ട കോഴീനെ പറപ്പിച്ചു എന്ന് പറയുന്നത്. അത് ശരിക്കും ചുട്ട കോഴീനെ പറപ്പിച്ചാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? അപ്പോ ഒരു ജീവന്റെ ലക്ഷണവും കാണാതെ ഇങ്ങനെ ചുട്ട അവസ്ഥയിലായ ഒരു കൗമിനെ അതിനെന്താക്കി? ചിറകടിച്ച് ഉറക്ക കൂവി ആളുകളെ ഉണർത്തുന്ന ജീവനുള്ള കോഴിയാക്കി മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കരമായൊരു പ്രവർത്തനമാണ്. അപ്പോ ഒരു സമൂഹത്തെ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ജീവനുള്ള അവസ്ഥയിലേക്ക് അവരെ ഉണർത്തിക്കൊണ്ടുവരിക. ഇത് ഇനി നേരെ തിരിച്ചുണ്ട്. ലോകത്തിന്റെ നായകരും വിജയക്കായിട്ട് ഭയങ്കര സംഭവമായ ആൾക്കാരെ എന്ത് ചെയ്യും? മിനൽ ഹയ്യ്, ആ ജീവിതാവസ്ഥയിൽ നിന്ന് അവരെന്താക്കും? മരിച്ച കോലത്തിലും. ഇത് രണ്ടും സംഭവിക്കും. അല്ലാഹുവേ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വ തുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ. ഇത് രണ്ടും നീയാണ് ചെയ്യുന്നത്. വ തുർസുഖു മൻ തശാ
വതർസുഖു മൻ തശാ, നീയാകുന്നു നൽകുന്നത് ബിഗൈരി ഹിസാബ്, കണക്കില്ല. കണക്കില്ല എന്ന് പറഞ്ഞാൽ കണക്കാരെടുത്തില്ല എന്നല്ല. ഓ, ഇപ്രാവശ്യം തേങ്ങ അരച്ചപ്പോ കണക്കില്ലാത്ത തേങ്ങ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുറേന്നാണ്. അത്രേ ഉള്ളൂ. കണക്കില്ലാത്തെന്ന് പറഞ്ഞാല് ഒരു കണക്കും ആരെടുത്തും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഒരുപാട് അല്ലേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ബിഗൈരി ഹിസാബ്, അള്ളാഹു നൽകാൻ വിചാരിച്ചാൽ അങ്ങോട്ട് നൽകലുണ്ട് ധാരാളമായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീണ്ടും ഗസയിലേക്ക് പോയാല് ഇത്രയും ആള് ഷഹീദാവണമെങ്കിൽ അത്രയും ആളവിടെ വേണ്ടേ? ഇവിടുന്ന് വടകര പോണത്ര ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് വടകര പോണത്ര ദൂരം ആകെ ഗസ എന്ന് പറയുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് ഇസ്രായേലും. ഇതിന്റെ ഇടയില് ഇപ്പൊ തൂഫാനുൽ അഖ്സ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ഒക്ടോബർ 2 കൊല്ലം കഴിഞ്ഞില്ലേ? അതിന്റെ ഇടക്ക് 6 മാസം 1 മാസം 2 മാസം പ്രായമുള്ള കുട്ടികളെ ഒരു കൊന്നു എന്ന് പറഞ്ഞാല് ആ കുട്ടികളെ എപ്പ ജനിച്ച? ആ കുട്ടികളെ ഉമ്മ ആ കുട്ടികളെ ഗർഭം ധരിച്ചത് എപ്പോഴാ? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരേ മോൾ ഒന്നായിട്ട് തന്ന് വീഴുക. അപ്പൊ അതിന്റെ ഇടയിലും അവര് ഗർഭിണികളാവുന്നു, അവര് പ്രസവിക്കുന്നു. ധന്വന്തര പോയപ്പോ തേക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അതേ സമയത്ത് നമ്മക്കാണല്ലോ ഒരാള് പറ്റാ പിന്നെ ആകെ പിന്നെ മൊത്തം അതൊന്നുമല്ല സംഗതി. എന്താണ്? അവർക്ക് ധാരാളം ബിഗൈരി ഹിസാബ് ഇഷ്ടം പോലെ മക്കള് അല്ലേ? ആ മക്കളൊക്കെ വളരുന്നു. ഇതിങ്ങൾക്കൊക്കെ പോളിയോ കൊടുത്തിട്ടപ്പോൾ അപ്പൊ അതിങ്ങനെ വളരുന്നു. അവരിങ്ങനെ ആരോഗ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല ഉശിരുള്ള നല്ല ചുണയുള്ള. നിങ്ങളെ കുട്ടികളെ മൊത്തം നോക്കൂ. ആളുള്ള കുട്ടികൾക്ക് തിന്നാൻ കുടിക്കാനില്ലായിട്ടും കൂടി ഐറ്റങ്ങളൊരു പ്രസരിപ്പ് അല്ലേ? നമ്മളെ മക്കള് ഉമ്മ കല്യാണത്തിനായതിന് പിന്നെ ഓനെ കാണാനുണ്ടാവും. അപ്പൊ അതേപോലെ അല്ല ഇതിങ്ങനെ അങ്ങനെ അള്ള കൊടുക്കാൻ വിചാരിച്ചാല് അള്ള അത് കൊടുക്കൽ തന്നെയാണ്. ഇനിയിപ്പോ ഇവര് കടലിൽ പോകാൻ തുടങ്ങുന്നതോടുകൂടി ഇവരെ പട്ടിണി മൊത്തം കൊണ്ട് മാറും. ആ മെഡിറ്ററേനിയൻ കടലില് ഇഷ്ടം പോലെ മീനുണ്ടാവും. അവരെ ഞങ്ങൾക്ക് എടുത്തിട്ട് ഇതുവരെ പോകാൻ കഴിയാറ്റാണ്. പോകുമ്പൊക്കെ ബോംബിടുക. പിന്നെ അതിൻ്റെ പോയി പിടിക്കാൻ കഴിയാത്തതുകൊണ്ട്. അപ്പോ ആ സമൂഹത്തെ അള്ളാഹു ഇത് ഞാൻ പറയണെന്താന്ന് വെച്ചാൽ, ഏതോ കാലത്ത് മൂസാനബിയുടെ കാലത്ത് ഇങ്ങനെ കടൽ വിടർത്തിയതൊക്കെ നമ്മൾ വിചാരിക്കും അത് മൂസാനബിയുടെ കാലത്തല്ലേ. ഈ കാലത്തും എന്തുണ്ട്? അള്ളാഹു അതിന്റെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ നീ ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് പേർഷ്യയും റോമും പിന്നെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും ഒക്കെ അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് വരണം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം വിജയിച്ചു. ഹെർക്കൽ ചക്രവർത്തിയുടെ വളയെടുത്ത് സുറാഖക്ക് കൊടുത്തിട്ടുണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. അപ്പോ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോഴാണ് നബി അത് പറയുന്നത്, ഞാനത് വള തരും. അപ്പോ അത് പിന്നെ ഉമറിന്റെ കാലത്ത് എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ തന്നെ സംഭവിച്ചു എന്നാണ്. പക്ഷെ നമുക്കൊരു പ്രതീക്ഷ വേണം, നമുക്ക് ആഗ്രഹം വേണം, നമുക്ക് തവക്കുൽ വേണം. പടച്ച റബ്ബ് തരും എന്ന ഈമാൻ നമുക്ക് വേണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.